സൂപ്പർ അടിപൊളി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പാനിപൂരിയാണ്. അതിനായിട്ട് മധുരമുള്ള പാനി, എരിവുള്ള പാനി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം മധുരമുള്ള പാനി ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം, 3 ഈന്തപ്പഴം, കുറച്ച് ശർക്കര, ഞാൻ ഇതിനൊക്കെ ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, നമുക്ക് ഒന്ന് ചൂടാക്കിയിടുക. ഞങ്ങൾക്ക് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. നമുക്ക് കാണാം. മധുരമുള്ള പാനി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാം. ചൂടാക്കി അങ്ങോട്ട് അടിക്കാനുള്ളതാണ്. ഞങ്ങൾക്കൊരു മിക്സി ജാർ എടുത്തിട്ട് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, പകുതി നാരങ്ങയുടെ നീര്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. നമുക്ക് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലോട്ട് അരിച്ചെടുക്കാം. നമ്മുടെ പാനി വെള്ളം ഒഴിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മധുരപ്പാനിയിൽ നിന്ന് കുറച്ച് നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കാനായി ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാം. നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിലോട്ട് ഒരു സവാള, കുറച്ച് മല്ലിയില, കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. അടുത്ത നമുക്ക് പൂരി വറുത്തെടുക്കാം. അതിനായി ഓയിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് പൂരി വറുത്തെടുക്കാം. പാനിപ്പൂരി റെഡി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ഫില്ലിങ് നിറയ്ക്കാം. കുറച്ച് മധുരമുള്ള പാനി, കുറച്ച് എരിവുള്ള, നല്ല ഹാറാണ്. അപ്പം പിന്നെ കുഞ്ഞിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കാം. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനോട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കഴിച്ചോക്ക്. എങ്ങനെയുണ്ടോ പാനിപൂരി? സൂപ്പർ അടിപൊളി. കിട്ടില്ല സാധനം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതായിരിക്കും ബൈ.